കാമത്തെ തോൽപ്പിക്കുക എങ്ങനെ? ഇതിനെ കൈവരിക്കാൻ ഞാൻ നിങ്ങളെ ഇന്ന് ബുദ്ധന്റെ അനുഭവം പറയുകയാണ്. സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. കാമത്തെ തോൽപ്പിക്കാനും അതിജീവിക്കാനും ബുദ്ധന്റെ പാഠങ്ങളും അനുഭവങ്ങളും ഉപയോഗിക്കുക. ഒരു ദിവസം ബുദ്ധന്റെ ശിഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരുവേ, എങ്ങനെ ഒരാൾ കാമത്തെ തോൽപ്പിക്കാനാകും? ബുദ്ധൻ അവനെ ഒരു മനോഹരമായ പുഴക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു ചെറിയ പക്ഷി വെള്ളത്തിന് സമീപം പറക്കുകയായിരുന്നു. ബുദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഈ ചെറിയ പക്ഷിയെ എങ്ങനെ പിടിക്കാം? നാം പിടിക്കാൻ ശ്രമിച്ചാൽ അത് പറന്നുപോകും. എന്നാൽ നാം ക്ഷമയോടെ കാത്തിരുന്നാൽ പക്ഷി നമ്മളെ സമീപിക്കാം. ബുദ്ധൻ തുടർന്നു പറഞ്ഞു, കാമം ഇതുപോലെയാണ്. അത് നമുക്കുള്ളിൽ വളരുന്നു, നമ്മെ ചുറ്റിപ്പിടിക്കുന്നു. എന്നാൽ അത് നാം ശക്തിയായി തടയാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ ശക്തിയോടെ തിരിച്ചടിക്കുന്നു. ഇവിടെ ബുദ്ധന്റെ ആഴത്തിലുള്ള വാക്കുകൾ നമ്മെ മാർഗനിർദ്ദേശിക്കുന്നു. ധ്യാനം കൊണ്ട്, പരിഗ്രഹം ഇല്ലാതെ, ആത്മസാക്ഷാത്കാരം കൊണ്ടാണ് കാമത്തെ തോൽപ്പിക്കാൻ കഴിയുന്നത്. കാമത്തെ തോൽപ്പിക്കാൻ നമുക്ക് ഞങ്ങളുടെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആഗ്രഹങ്ങളെ തിരിച്ചറിയുക, അവയെ അംഗീകരിക്കുക, എന്നാൽ അവയുടെ അടിമയാകാതെ നിൽക്കുക. ബുദ്ധൻ അവന്റെ ശിഷ്യനോട് പറഞ്ഞു, നിന്റെ മനസ്സിനെ ശാന്തമാക്കുക, അത് വിശാലമാക്കുക. എല്ലാ ആഗ്രഹങ്ങളും ക്രമേണ കുറയുന്നതായിരിക്കും. സ്നേഹിതരെ, നമ്മൾ കാമത്തെ തോൽപ്പിക്കാൻ പ്രയത്നം ചെയ്യുമ്പോൾ ബുദ്ധന്റെ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക. കാമം നമ്മെ നിയന്ത്രിക്കുന്നില്ല, നാം കാമത്തെ നിയന്ത്രിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കാമത്തെ തോൽപ്പിക്കുന്നതിനുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കിടാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.